അഭിയാണെങ്കിൽ നവ്യയെ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മുല്ലപ്പൂവും വസ്ത്രങ്ങളും പിന്നീട് പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചായിരിക്കും തിരികെ വീട്ടിലോട്ട് വരുന്നത്. ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ ജലജയും അനാമികയും നിൽക്കുന്നുണ്ടായിരിക്കും. അവർ ചോദിക്കുന്നുണ്ട്, നീ ഇവളുമായിട്ട് എങ്ങോട്ടാടാ പോയിരുന്നേ? അപ്പോൾ അഭി പറയുന്നുണ്ട്, മകരമാസം കഴിയുന്നത് വരെ എന്തായാലും ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണമെന്ന്. മകരം കഴിഞ്ഞ കുംഭം, പിന്നെ മീനം വരുന്നുണ്ട്. അപ്പോഴേ നല്ല ചൂടായിരിക്കും. ആ ചൂട് നിനക്കേ സഹിക്കാൻ പറ്റില്ല. നീ അതിൽ വെന്തു പോവും. ആ ചൂടിലെ നിങ്ങൾ കരയാതെ നോക്കിയാൽ മതി എന്ന് നവ്യ പറയുന്നുണ്ട്. ഇത് കേട്ട് അനാമിക പറയാണ്, അബിയേട്ടൻ എന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? ഇവളായിട്ട് എന്തിനാ അബിയേട്ടൻ പുറത്തോട്ട് പോയത്? ഇത് കേൾക്കുന്ന നവ്യ അനാമികയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാ പോയത്. എന്നെ എൻ്റെ ഭർത്താവ് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം നീ നിന്റെ ഭർത്താവുമായിട്ട് ഒന്ന് പുറത്തു പോയി കാണിക്ക്. നിന്നെ ഇന്നേ വരെ അനി പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ നീ ആ വർത്താനം പറയണ്ട. അല്ലെങ്കിൽ പിന്നെ അനിക്ക് നിന്നെ കുട്ടി പുറത്തു പോവാന് എന്തെങ്കിലും നാണക്കേട് കാണും. അതുകൊണ്ടായിരിക്കും. അനിയുടെ അത്ര സൗന്ദര്യം നിനക്കില്ലല്ലോ. ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട്, നീ വലിയ സുന്ദരിയല്ലേ അബി? ഞാൻ സുന്ദരിയല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ പുറത്തോട്ട് കൊണ്ടുപോകുന്നേ? എന്റെ ഭാര്യ നല്ല സുന്ദരിയല്ലേ എന്ന് അബി പറയുന്നുണ്ട്. കേട്ടോ, സൗന്ദര്യ മത്സരത്തിലെ ജില്ലാ തലത്തില് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. അതെ അതെ, നീ മാത്രമായിരിക്കും ആ മത്സരത്തിൽ പങ്കെടുത്തത്. അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛനും അമ്മയായിരിക്കും അതിന്റെ ജഡ്ജസ്. അതുകൊണ്ടായിരിക്കും നിനക്ക് ഫസ്റ്റ് വന്നത്. എടി നിന്നെ വേണ്ട, നീ നിന്റെ കാര്യം നോക്ക്. അബി ആ കവറിങ് തന്നെ, ഞാൻ മേലോട്ട് പോവാനെന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് അബിയും കൂടെ പോവാണ്. എന്നാ ജലജയോട് അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചി? അപ്പച്ചി എന്തോ ഒരു വാക്ക് പോലും ചോദിക്കഞ്ഞേ? അപ്പച്ചി കുറച്ച് മുൻപല്ലേ പറഞ്ഞ് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അവളെ കരണ്ട് നോക്കി ഒന്ന് കൊടുക്കണ്ടേ? അയ്യോ അതൊന്നും പറ്റില്ല. അതെന്താ? അല്ല, അവൾ അങ്ങോട്ട് അടിച്ചാലേ തിരിച്ച് എനിക്കും കിട്ടും. അതുകൊണ്ട് കുറച്ച് മയത്തിൽ നിൽക്കുന്നതാ നല്ലത്. കൊള്ളാം, അപ്പച്ചി ഇങ്ങനെ ചെയ്യുന്നോണ്ട് തന്നെ അവള് തലയിൽ കയറുന്നത് എന്നും പറഞ്ഞ് അനാമിക ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ദേഷ്യത്തില് അനിയോട് പോയിട്ട് നല്ല കണക്കിന് പറയുന്നുണ്ട്, നീ എന്റെ ഭർത്താവാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ കെട്ടിയ താലയുടെ ഊരി വെച്ച് നീ നിന്റെ കാര്യം നോക്കിപ്പോ. ആ നീ അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുക, അതെനിക്കറിയാലോ. നീ ആ നയനയുടെ തലമുടിയിലോട്ടൊന്ന് നോക്ക്. 5 മുഴം മുല്ലപ്പൂവാ അഭിയേട്ടൻ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നേ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? അഭിയേട്ടന്റെ ഭാര്യയുടെ തലയിൽ കുറച്ച് പൂ വെച്ച് കൊടുത്തു എന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എന്നാലും നീ എനിക്ക് ഇന്നേ വരെ മുല്ലപ്പൂ വാങ്ങി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സാധനം നീ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ഒരു സിനിമയ്ക്കെങ്കിലും നീ എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സിനിമയൊന്നും നന്നല്ല. അതൊന്നും കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റില്ല. നിനക്ക് എല്ലാറ്റിനും ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. നീ എന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാത്തതേ ആ നന്ദുവിനെ മനസ്സിലിട്ട് നടക്കുന്ന കാരണാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ബന്ധം വേർപിരിഞ്ഞാല് നിനക്ക് അവളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാലോ. അതിനല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോ എന്നൊക്കെ അനി പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവ്യാനി വരുന്നുണ്ട്. ദേവ്യാനി അനിയോട് പറയുന്നുണ്ട്, എന്താടാ നീ എപ്പോഴും ഇവളായിട്ട് വഴക്കിടുന്നേ? മോളോട് എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവന്റെ മനസ്സിലെ ഇപ്പോഴും ആ നന്ദുവാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഇവൻ പെരുമാറുന്നേ. എന്നോടിപ്പോ ഒരു സ്നേഹവും ഇല്ല. വല്യമ്മ വിചാരിച്ചോണ്ടാ ഞാനിവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അനിയെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അനിയാണെങ്കില് വല്യമ്മയോട് പറയുന്നുണ്ട്, ഈ വീട്ടിലോട്ട് നമ്മുടെ കുടുംബത്തിന് പറ്റിയൊരു മരുമകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ നയനേട്ടത്തിയാ. ഏട്ടത്തിയാ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. നീ എന്തിനാ നയനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് അവളെ സ്വഭാവം നന്നായിട്ട് അറിയാത്ത കാരണ. വല്യമ്മയാ അത് മനസ്സിലാക്കാത്തെ. നയനേട്ടത്തി എന്തൊക്കെ കാര്യങ്ങളാ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അനി അവൾ എന്ത് ചെയ്തെന്നാ പറയുന്നേ? പല കാര്യങ്ങളും നയനേട്ടത്തി ഈ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ വല്യമ്മയോട് പറയുന്നില്ല. എന്തിനാ നീ പറയാതിരിക്കുന്നേ? എല്ലാ കാര്യങ്ങളും നീ എൻ്റെ അടുത്ത് പറ. അത് അങ്ങനെ അനി ഒന്നും പറയാതെ നിൽക്കാണ്. നല്ല പെൺകുട്ടികളും ഈ ലോകത്തുണ്ട്. ഞാനിന്ന് നിന്റെ ഏട്ടന്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തു. ആർക്കാണെന്നറിയോ? ആ പെൺകുട്ടിക്ക്. എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിക്ക്. സ്വന്തം ശരീരം കീറി മുറിച്ചു വേണം മറ്റൊരു സ്ത്രീക്ക് വേണ്ടി സഹായം നൽകണമെന്ന് അറിഞ്ഞിട്ടും ആ കുട്ടി എനിക്ക് ലിവർ തന്നില്ലേ? അതുകൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കാനാ ഞാൻ 50 ലക്ഷം കൊണ്ട് ആദർശിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്തായാലും അതുപോലുള്ള കുട്ടികളെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇത് കേട്ട് അനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എല്ലാം ചെയ്തത് നയനയാണെന്ന് അനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ആദർശ അനിയെ വിളിച്ച് പറയുന്നുണ്ട്, എടാ ഞാൻ ഓഫീസിൽ കുറച്ച് വർക്കില്ല. നീ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നയനയ്ക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്ക്. മരുന്നിന്റെ ലീസ്റ്റ് എല്ലാം ഞാൻ നിനക്ക് അയച്ചു തരാം. അത് നയനയ്ക്ക് വേഗം കൊണ്ടുപോയി വാങ്ങിക്കൊടുക്ക് എന്ന് അനിയോട് പറയാണ്. ഇത് കേട്ട് അനി പറയുന്നുണ്ട്, ആ ഏട്ടാ ഞാൻ എന്തായാലും ഏട്ടത്തിക്ക് മരുന്നുമായിട്ട് ചെല്ലാം എന്നും പറഞ്ഞ് അനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ മരുന്നെല്ലാം വാങ്ങി അനി വീട്ടിലോട്ട് പോകുന്നത് അനാമികയുടെ അച്ഛൻ കാണുന്നുണ്ട്. ഇത് കാണുന്നതും ദേഷ്യത്തോടു കൂടി അപ്പം തന്നെ അനാമികയ്ക്ക് വിളിക്കുകയാണ്. അനാമികയോട് പറയുന്നുണ്ട്, മോളെ നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് നിനക്കറിയോ? അവളെ കാണാനായിട്ട് പോയിരിക്കുക, ആ നന്ദുവിനെ കാണാൻ.
അച്ഛൻ നേരിട്ട് കണ്ടതാ അവൻ ആ വീട്ടിലോട്ട് കയറി പോകുന്നത്. അച്ഛൻ പറഞ്ഞത് ശരിയാണോ? അവനെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നാണോ ഇല്ലാതെ വീണ്ടും അവളെ കാണാൻ പോകുന്നുണ്ടല്ലോ. മോളെ, ഇത് നല്ലൊരവസരാ. മോൾ എന്തായാലും ഇത് വല്യമ്മയോടും നിന്റെ അമ്മായിമ്മയോടും ഒക്കെ ഒന്ന് പറയേ. പ്രശ്നം ഉണ്ടാവാൻ കിട്ടുന്ന ഒരവസരവും മോള് കളയരുത്. അച്ഛാ, ഞാനെന്തായാലും വല്യമ്മയോട് ആദ്യം ഇക്കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് അനാമിക ദേവ്യാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. കരഞ്ഞുകൊണ്ടായിരിക്കും അനാമിക അങ്ങോട്ട് ചെല്ലുന്നത്. എന്താ മോളെ, മോൾ എന്തിനാ കരയുന്നേ? എന്തു പറ്റി മോൾക്ക്? വല്യമ്മേ, എനിക്ക് വയ്യ, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ഞാൻ വല്യമ്മയെ ഓർത്ത് മാത്ര ഈ വീട്ടിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്നേ. എനിക്കാണെങ്കിൽ എന്നോട് സ്നേഹമില്ലാന്ന് വല്യമ്മയ്ക്ക് അറിയാലോ. എന്തായാലും ഞാൻ ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം നിൽക്കില്ല. മോളെ, എന്താ പറ്റിയേ? ആ നവ്യ എന്തെങ്കിലും മോളെ പറഞ്ഞോ? ഏയ് ഇല്ല വല്യമ്മേ, അതൊന്നുമല്ല. അനി എന്താ നിന്നെ പറഞ്ഞേ? അനിയെ ഞാനൊന്ന് കാണട്ടെ. എപ്പോഴും എൻ്റെ മോളെ എങ്ങനെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണോ അവൻ സംസാരിക്കുന്നേ? ഞാനൊന്ന് ചോദിക്കട്ടെ. അല്ല വല്യമ്മേ, എനിക്കിപ്പോഴും ആ നന്ദുവിനെ ഒരുപാട് ഇഷ്ടാ. നന്ദുവിനെ കാണാൻ പോരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, നന്ദുവിനെ കാണാനായിട്ട് പോയിട്ട് ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന അവളെ വീട്ടില്. എന്നാ അവനിപ്പോ വീണ്ടും അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുക വല്യമ്മേ. അനി എന്തിനാ അവളുടെ വീട്ടിലോട്ട് പോയേ? എനിക്കറിയില്ല വല്യമ്മേ. അങ്ങോട്ട് പോകുന്നത് എന്തിനാ? അവളെ കാണാൻ, ആ നന്ദുവിനെ കാണാൻ. അതിനു വേണ്ടി തന്നെയാ അങ്ങോട്ട് പോകുന്നേ. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ? മോള് കരയാതിരിക്കെ. ഇതങ്ങനെ വെറുതെ വിടാൻ വല്യമ്മ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും അച്ഛനോടും അമ്മയോടും ഇക്കാര്യം പറയണം. വല്യമ്മേ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞാലും അവരവരുടെ ഭാഗത്തേ നിൽക്കൂ. എന്റെ ഭാഗത്ത് ഇന്നവരവർ നിന്നിട്ടില്ല. മോളുടെ ഭാഗത്ത് നിൽക്കാനേ ഞാനുണ്ട്. ഞാൻ മോളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം എന്ന് ദേവയാനി അനാമികയ്ക്ക് വാക്കു കൊടുക്കാണ്. മോളിങ് വാ, ഞാൻ എന്തായാലും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് ദേവയാനി അനാമികയെ കൂട്ടി ചെല്ലുന്നുണ്ട്. അനാമികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നിൽക്കുമായിരിക്കും. മുത്തശ്ശനാണെന്നൊന്നും നോക്കാതെ പറയുന്നുണ്ട്. മുത്തശ്ശനല്ലേ എല്ലാ കാര്യത്തിലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാറ്. എന്നിട്ട് എന്റെ കാര്യം വരുമ്പോ മുത്തശ്ശൻ അതൊക്കെ മറക്കുവാണോ? എന്താ മോളെ, എന്താ കാര്യം? അനി വീണ്ടും നന്ദുവിനെ കാണാനായിട്ട് ആ വീട്ടിലോട്ട് പോയിരിക്കുക. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ മുത്തശ്ശ. മുത്തശ്ശൻ ഇതിനൊരു തീരുമാനം എടുക്കണം. അനി ആ വീട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിനെ കാണാനായിരിക്കില്ല. അവിടെ അവന്റെ ഏട്ടത്തിയുണ്ട്, ഏട്ടത്തിയെ കാണാനായിരിക്കും. എന്തിനാ അവളെ കാണാൻ വേണ്ടി പോകുന്നേ? ഏട്ടത്തി അവളെ വീട്ടിൽ നിൽക്കാനായിട്ട് പോയതാ. ഇടയ്ക്കിടയ്ക്ക് എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവളെ കാണാൻ കിട്ടുന്ന ഓരോ അവസരവും അവൻ മുതലെടുക്കുക. അതുകൊണ്ട് തന്നെയാ ഇടയ്ക്കിടയ്ക്ക് ഏട്ടത്തിയെ കാണാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്, അവളുമായിട്ട് സംസാരിക്കാൻ. നീ വെറുതെ അതും ഇതൊന്നും പറയരുത്. അനി അങ്ങനെ ഒരു പയ്യനല്ല. നിന്റെ കഴുത്തില് അനി താലി കെട്ടി. നിന്റെ ഭർത്താവാണ് അനി. ഇനിയെങ്കിലും നീ അവനെ കുറച്ചെങ്കിലും മനസ്സിലാക്ക്. പിന്നെ നീ അവനെ സ്നേഹിച്ചാലല്ലേ അവൻ തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കൂ. ഭർത്താവിന്റെ മനസ്സിൽ വേറൊരു പെണ്ണാണെന്നറിഞ്ഞ ഏത് ഭാര്യയാ ഭർത്താവിനെ സ്നേഹിക്കുക? അതൊന്ന് മുത്തശ്ശൻ പറഞ്ഞു തന്നെ. അച്ഛാ, അനാമിക മോള് പറഞ്ഞേല് എന്താ തെറ്റുള്ളത്? അവളുടെ മനസ്സിൽ സങ്കടല്ലേ അവള് പറഞ്ഞത്. മോള് പറയുന്ന പോലെ അനി എന്തിനാ അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോന്നേ എന്ന് ദേവയാനി ചോദിക്കാണ് മുത്തശ്ശന്റെ അടുത്ത്. മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. സത്യങ്ങൾ അറിയുമ്പോ ദേവയാനി തന്നെ ഇതൊക്കെ തിരുത്തി പറയുമെന്ന് മുത്തശ്ശന് നന്നായിട്ട് അറിയാം. അനി നയനയെ കാണാനാണ് അങ്ങോട്ട് പോയതെന്ന് മുത്തശ്ശന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് അനാമിക ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ ഒഴിവാക്കി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും. അതുകൊണ്ടല്ലേ അവന് സപ്പോർട്ടായി നിൽക്കുന്നേ. മുത്തശ്ശൻ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്.